എന്താ മോളെ? ഒന്ന് തുറക്കണോ? എന്റെ പെണ്ണിന്റെ കൈ കയറി കൊന്നോളെ. എന്താണോ ഇത്? ഒരു മത്സരം നടക്കുമ്പോഴെങ്കിലും തനിക്ക് തല്ലും മഴക്കൂന്ന് ഒഴിവാക്കിക്കൂടെ? താൻ നല്ലൊരു പ്ലെയർ ആയതുകൊണ്ടാ തന്റെ ഈ തോന്നിവാസങ്ങളൊക്കെ സഹിച്ച് മാനേജ്മെന്റ് തന്നെ ഈ കോളേജ് വെച്ച് വർപ്പിക്കുന്നത്. എന്നിട്ടിപ്പോ നമ്മുടെ കോളേജിൽ കിട്ടേണ്ട കപ്പ് താനായിട്ട് തന്നെ ഇല്ലാതാക്കിയില്ലേ? കപ്പ് ഈ പ്രസാദിന്റെ ടീം കളിച്ചിട്ട് തന്നെയാ കഴിഞ്ഞ 2 വർഷം കോളേജിന് കപ്പ് കിട്ടിയത്. ഈ വർഷം അത് മേടിക്കാൻ തീരുമാനിച്ചാ ഞങ്ങൾ ഇവിടെ കളിക്കാമെന്ന്. പക്ഷെ കപ്പിനേക്കാൾ വലുതാ എനിക്ക് എന്റെ പെണ്ണ്. ഇവിടെ ആരെങ്കിലും ശല്യം ചെയ്യാൻ വന്നുണ്ടല്ലോ സ്കോളർഷിപ്പ്, യൂണിവേഴ്സിറ്റി പ്ലെയർ, ഏത് ക്ലബ്ബുകാർ വന്ന് വിളിച്ചാലും കളിക്കാൻ പോകും. വട്ടച്ചേവനുള്ള പൈസ ആ വഴിക്കുണ്ടാക്കും. അങ്ങനെ നീ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാറില്ല, സമ്മതിച്ചു, നല്ല കാര്യം. പക്ഷെ നീ എന്തിനാ ഈ അടിപിടി ഉണ്ടാക്കാൻ പോകുന്നേ? പോലീസുകാരൻ പത്മനാഭന്റെ മോൻ തെരുവ് കൊണ്ടയാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. നിനക്കെന്താ എത്ര വാശി? എടാ, ആ പെണ്ണോട് വല്ല അടുപ്പവും തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്നേക്കണമെന്ന് എത്രയോ പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു. ആരെങ്കിലും പറയുമ്പോ മറന്നാളാൻ വേണ്ടിയിട്ടല്ല ഞാനവളെ സ്നേഹിച്ചു. എടാ, നിന്റെ ഈ തോന്നിവാസം കാരണം ആ മാധവൻ സാറിനെ സ്റ്റേഷനിലിട്ട് വട്ടം കിടക്കുക. പോട്ടെ, എന്റെ കാര്യം പൊക്കോട്ടെ. അയാൾ നിന്നെ വല്ലതും ചെയ്യുമെന്ന് എന്റെ പേടി. അച്ഛൻ ഇങ്ങനെ പേടിക്കാൻ പോയാലെങ്ങനെ? എന്നെ അയാൾ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. ആ, അച്ഛൻ പറഞ്ഞത് കാര്യല്ലേ? നീ എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? അച്ഛന്റെ മേലുദ്യോഗസ്ഥന്റെ മോളെ അല്ലാതെ ഈ ലോകത്ത് വേറൊരു പെണ്ണിനെ നിനക്ക് കിട്ടില്ലേ? നീ എന്തൊക്കെ വാശി കാണിച്ചാലും ശരി, അവരാ പെൺകുട്ടിയെ നിനക്ക് തരാൻ പോണില്ല. തരണ്ട. മകന് പെണ്ണ് വെച്ച് നിങ്ങൾ ആരങ്ങോട്ട് പോവാൻ വേണ്ട. എനിക്കിഷ്ടമുള്ള സ്വന്തമാക്കാൻ ആരുടെ അനുവാദമൊന്നും വേണ്ട. ആരുടെ? എന്റെ പ്രേമ ബാധനല്ലേ കരളെ. എന്റെ ചക്ര മോളലടി.
എവിടെന്നാ വൃത്തിയുടെ ശബ്ദം? എന്റെ അല്ലാട്ടോ. ഒരു തെണ്ടി ഡിസ്റ്റർബ് ചെയ്താ മോളെ. അസ്സലാമലൈക്കും. എനിക്ക് ദുബായിക്കൊന്ന് വിളിക്കണമല്ലോ. ഇൻകമിങ് സംസാരിച്ചോണ്ടിരിക്കാ, സമയം എടുക്കും. ചേട്ടൻ ഇപ്പൊ പോയിട്ട് രാത്രി വാ. രാത്രി വിളിച്ചാ 10 കാശാവുള്ളൂ. എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അയ്യോ, അതിലും വലിയ അത്യാവശ്യ. അവരുടെ ലൈഫിന്റെ പ്രശ്ന. ചേട്ടൻ അവിടെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഒരു 10 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു ബൂത്തുണ്ട്, അവിടെ പോയി വിളിച്ചോളൂ. എന്നാ പിന്നെ എനിക്ക് ദുബായിക്ക് നേരിട്ട് പോയി പറഞ്ഞൂടെ? എന്നാ പിന്നെ അതാ നല്ലത്. ഔട്ട് ഗോയിങ് ഫ്രീ ആയിരിക്കും, പ്ലെയിനിന്റെ കാശാവുള്ളൂ. ഇവനെയൊക്കെ ആരുടെ അവിടെ പിടിച്ചിരുത്തിക്കുന്നത്? നിന്റെ അപ്പലടാ പട്ടി. ചന്ദ്ര, ഒരുമ്മ ഞാനും ഒരു മാള. ഇവിടെ വന്നതാ. ഹലോ 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 ഹലോ. ഒറ്റോ ഡാ, സ്നേഹമില്ലാത്ത കുട്ടി. 12:55 കൊച്ചി സിദ്ധാർത്ഥയിൽ ആലിസ് വിളിക്കും. അപ്പൊ ഇപ്പൊ വിളിച്ചത് ആരാ? ഇപ്പൊ വിളിച്ചത് കലാനിലയത്തിലെ നിമ്മിയല്ലേ? ഓ, നിന്റെ ഒരു യോഗം. എടാ ചന്ദ്ര, എന്തൊക്കെയാ അവള് പറഞ്ഞത്? ഒന്ന് കേക്കട്രാ. ഈ കാമുകനും കാമുകനും തമ്മിലുള്ള സല്ലാപ രഹസ്യം പുറത്തു പറയാൻ പാടില്ല കുഞ്ഞാ. എടാ, ഞാൻ ഈ ബൂത്ത് നടത്തുന്നത് തന്നെ പ്രേമിക്കുന്നവർക്ക് വേണ്ടിട്ടാ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻകമിംഗ് കോൾ വരുന്നത് ഈ ബൂത്തിലാ. കാമുകി കാമുകന്മാർ സംസാരിക്കുന്നത് കേൾക്കുന്നത് തന്നെ എനിക്കൊരു കുളിര. കാക്കയുടെ വിശപ്പം തീരും, പശുവിന്റെ കടിയും മാറും. എന്താണ് അവള് പറഞ്ഞത്? ഒന്ന് പറയടാ. നീ അയന്റെ പേരിൽ പറയാ, ആ, പുറത്താരോടും പറയരുത്. ആ, അവൾ എന്നോട് പറയാ, എന്നെ കാണാൻ കമലഹാസന്റെ പോലെ ഉണ്ടെന്നു. കമലാസന്റെ ആയിരിക്കില്ല, കമലയുടെ ആസനം എന്നായിരിക്കും പറഞ്ഞേ. നിന്റെ ഒരു തമാശ. 12:55 ആലീസ്. കമലാസനം ചെല്ല്. 4 ആള് വിളിക്കാൻ വരുന്ന സമയാ. ഇപ്പൊ തന്നെ കയ്യിൽ നിന്ന് ദുബായി പോയി. കരിക്കട്ട പോലെ ഇരിക്കണേ. എന്നിട്ട് അവനും പെണ്ണ്. എന്റെ കാര്യം ആലോചിക്കുമ്പോഴാ ഓ പേടിപ്പിച്ചു കളഞ്ഞു. ഓ, ഈ പണ്ടാറപ്പല്ല് പിന്നെ പൊന്തിയോ? ഏയ് ഇല്ല, 2 ഇഞ്ച് താഴ്ന്നിട്ടുണ്ട്. പുഴയില് വെള്ളായിരിക്കും. ഹലോ, എന്താ കുഞ്ഞാ ഒറ്റയ്ക്കിരുന്ന് സൗന്ദര്യം കാണുക? ഇന്നലെ ഫേഷ്യൽ ചെയ്യാൻ മറന്നു, അതുകൊണ്ട് ചെറിയൊരു കരിവാളിപ്പ്. ലക്ഷ്മി കുഞ്ഞിന് സുഖം തന്നെയല്ലേ? അച്ഛന് സമയാസമയങ്ങളിൽ കള്ളമാരൊക്കെ കിട്ടുന്നുണ്ടോ? ഞാൻ ഒരു ഫോൺ ചെയ്തോട്ടെ. വിളിച്ചോളൂ വിളിച്ചോളൂ. വീട്ടിലെ ഫോൺ തകരാറിലായി കാണുമല്ലേ? കുത്തിക്കോളൂ കുത്തിക്കോളൂ. ഹലോ, ഞാനാ. ഇന്നലെ നീ എവിടെയായിരുന്നു? ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? എല്ലാം കുഴപ്പമായി. ആ കോളേജിൽ നിന്ന് അച്ഛൻ എന്റെ TC വാങ്ങി എന്റെ വിമൻസ് കോളേജ് കൊണ്ടുപോയി ചേർത്തു. ഇനി ഞങ്ങളുടെ ഈ ജംഗ്ഷനിൽ നിന്ന് കോളേജ് ബസ് കയറിയാ നേരെ കോളേജിനകത്ത് ചെന്നിറങ്ങണം. ഇനി പഴയ പോലെ കാണാൻ പറ്റുമെന്ന് തോന്നില്ല. നിന്നെ ഏത് നരകത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും പ്രസാദിന് കാണണമെന്ന് തോന്നിയാ കണ്ടിരിക്കും. ദേ, കോളേജിൽ വന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്യരുത്. അപ്പൊ ഇനി മുതൽ നിന്നെ കാണാൻ സംസാരിക്കുന്നു വേണ്ടെന്നാണോ? അയ്യോ, ദേഷ്യപ്പെടല്ലേ. ഞാൻ എന്നും ഇതുപോലെ അങ്ങോട്ട് വിളിച്ചോളാം. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു നമ്പർ തരാം. ഒരു മിനിറ്റ്, ഇവിടുത്തെ നമ്പർ ഞാൻ ഒരാൾക്ക് കൊടുക്കട്ടെ? കൊടുത്തോളൂ കൊടുത്തോളൂ. ഇതൊരു STD ബൂത്തിലെ നമ്പറാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടുത്തെ ആളെ ഒന്ന് പരിചയപ്പെടുത്താം. ഹലോ, എല്ലാവരും എന്നെ വിളിക്കുന്ന കുഞ്ഞെന്നാ, പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. താൻ തന്നെ എന്തെങ്കിലും വിളിക്കേ. അവിടുത്തെ നമ്പർ പറയും. 333 രാവിലെ 8:30 മണിയോടെ ഇവിടെ വിളിച്ചാൽ മതി. എന്ത് മെസ്സേജ് ഉണ്ടെങ്കിലും ഞാൻ പാസ് ചെയ്തോളാം. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാനുള്ള വിവരം അദ്ദേഹം അറിഞ്ഞാ എന്റെ ഷേപ്പ് മാറ്റും. ഇപ്പൊ തന്നെ ദൈവ ഷേപ്പ് മാറ്റിയാ വിട്ടിരിക്കുന്നേ. ഇനിയും ഷേപ്പ് മാറിയാ ചിലപ്പോ പരിചയക്കാരും അല്ല എന്നെ തിരിച്ചറിയൂല. ആരറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാനെന്നും വിളിക്കും. വിളിച്ചാൽ ലക്ഷ്മി എനിക്ക് കിട്ടിയിരിക്കണം, മനസ്സിലായല്ലോ? ഓ, ആള് ഭയങ്കര ചൂടനാ. നിങ്ങളാവില്ല. ഞങ്ങളെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓ, ഇതിനൊക്കെ എന്തൊന്ന് താങ്ക്സ്. ഇതൊക്കെ എനിക്കൊരു ത്രില്ല.